നേരത്തെ CPM കൊല്ലം ജില്ലാ സെക്രട്ടറി സുദേവൻ പറഞ്ഞതുപോലെ തന്നെ അണപൊട്ടി ഒഴുകുന്ന ആവേശമാണ്. 2 ഇരട്ടിയല്ല 10 ഇരട്ടി ആവേശമാണ് കൊല്ലംകാർക്ക് ഈ സമ്മേളനത്തെ വരവേൽക്കാൻ. ആവേശം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും സുജുവിൻ്റെ വാക്കുകളിൽ കൂടി നമുക്ക് വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും കയ്യൂരിൽ നിന്ന് ആരംഭിച്ച പതാക ജാഥയ്ക്ക് കൊല്ലം ജില്ലയിലേക്ക് പ്രവേശനം അതിർത്തിയായ ഏനാത്ത് വലിയ തരത്തിലുള്ള സ്വീകരണമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ സമരഭൂമികളിൽ നിന്ന് വിവിധ ജാഥകൾ കൊല്ലത്തേക്ക് എത്തുകയാണ്. കയ്യൂരിൽ നിന്ന്, ശൂരനാട് നിന്ന്, പുന്നപ്ര വയലാറിൽ നിന്ന്, അങ്ങനെ സമര പുളകങ്ങൾ ചാർത്തിയ മണ്ണുകളിൽ നിന്ന് ഇവിടെ വിവിധ ജാഥകൾ ഇന്ന് കൊല്ലത്ത് സംഗമിക്കുമ്പോൾ CPM-ന്റെ സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് വൈകുന്നേരം 5 മണിയോടുകൂടി കൊടിയേറുകയാണ്. നാളെ പ്രതിനിധി സമ്മേളനം. CPM-ന്റെ കോർഡിനേറ്റർ, കേന്ദ്ര കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. ഇനിയുള്ള 4 നാളുകൾ 6-ാം തീയതി മുതൽ 9-ാം തീയതി വരെ കേരളം രാജ്യം ഒരുപക്ഷെ കാതോർത്തിരിക്കുകയാണ്. CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കേരളം നെഞ്ചേറ്റുന്ന ആ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന സമ്മേളനം അതേ ഗൗരവത്തോടു കൂടി തന്നെയാണ് കേരള ജനത കാണുകയും ചെയ്യുന്നത്. ഒരു 3ാം പിണറായി സർക്കാർ വീണ്ടും സംസ്ഥാനത്ത് അധികാരത്തിൽ വരണമെന്ന ചർച്ചകൾ കേരളത്തിലുടനീളം അലയടിക്കുമ്പോൾ CPM-ന് LDF സർക്കാർ നേതൃത്വം നൽകുന്ന CPM-ന്റെ സംസ്ഥാന സമ്മേളനത്തിന് ഒട്ടേറെ പ്രാധാന്യമുണ്ട്. എന്തൊക്കെയായിരിക്കും ഈ സമ്മേളനം കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ? പാർട്ടിയുടെ വരുംകാല 3 വർഷത്തേക്ക് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തെ നയിക്കുന്നതാരൊക്കെ, സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പുതുതായി എത്തുന്നതാരൊക്കെ അറിയാൻ കേരളം കാത്തിരിക്കുകയാണ്. ഏതായാലും ഇപ്പോൾ പതാക ജാഥ ഏനാത്ത് കടന്ന് കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അതിന്റെ വിവരങ്ങളുമായി സുജു ടി ബാബു ഒരിക്കൽ കൂടി ചേരുകയാണ്. സുജു, ഒരു നിമിഷം. സമ്മേളന ജില്ലയിൽ കൊല്ലം ജില്ലയിൽ പ്രവേശിച്ചിരിക്കുന്ന ജാഥ ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന മഹാസ്വീകരണമാണ് ജാഥയ്ക്കുടനീളം ലഭിച്ചിട്ടുള്ളത്. ഇത് CPIM-നോടുള്ള ജനങ്ങളുടെ പ്രതീക്ഷയുടെ തെളിവാണ്. ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന തരത്തിലേക്കുള്ള സ്വീകരണമാണ് ലഭിക്കുന്നതാണ് ഇപ്പോൾ M. സ്വരാജ് വ്യക്തമാക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും വലിയ ആവേശം. പ്രവർത്തകർ സ്വീകരിക്കുവാണ്. കൊല്ലം ജില്ലയിലേക്ക് ജാഥ പ്രവേശിച്ചിരിക്കുന്നു. CPM-ന്റെ പതാക ജാഥ. സാക്ഷികൾ സിന്ദാബാദ്. രക്താഭിവാദ്യം, രക്താഭിവാദ്യങ്ങൾ. പതാക ജാഥയ്ക്ക് അഭിവാദ്യങ്ങൾ. പതാക ജാഥയ്ക്ക് അഭിവാദ്യങ്ങൾ. ഊർജമപ്പൻ അഭിവാദ്യങ്ങൾ. കൊല്ലത്തിന്റെ അഭിവാദ്യങ്ങൾ. ഇൻകുലാബ് സിന്ദാബാദ്. ഇൻകുലാബ് സിന്ദാബാദ്. രക്തസാക്ഷികൾ സിന്ദാബാദ്. സംസ്ഥാന സമ്മേളനം സിന്ദാബാദ്. സംസ്ഥാന സമ്മേളനം സിന്ദാബാദ്. അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ. സംസ്ഥാന ജാഥയ്ക്ക് അഭിവാദ്യങ്ങൾ. പതാക ജാഥയ്ക്ക് അഭിവാദ്യങ്ങൾ. പതാക ജാഥയ്ക്ക് അഭിവാദ്യങ്ങൾ. ഊർജമപ്പൻ അഭിവാദ്യങ്ങൾ. ഇൻകുലാബ് സിന്ദാബാദ്. രക്തസാക്ഷികൾ സിന്ദാബാദ്. രക്തസാക്ഷികൾ സിന്ദാബാദ്. ഇല്ല ഇല്ല മരിക്കില്ല. സിജു, ആവേശം എടുത്തു പറഞ്ഞതാണ്. മുദ്രാവാക്യം വിളിയിൽ തന്നെ അവരുടെ ആവേശം വ്യക്തമാണ്. സമ്മേളന നഗരിയായ സമ്മേളന ജില്ലയായ കൊല്ലം ജില്ലയിലേക്ക് ചെമ്പതാകം വഹിച്ചുകൊണ്ടുള്ള പതാക ജാഥ പ്രവേശിച്ചിരിക്കുകയാണ്. ജാഥ ക്യാപ്റ്റൻ M. സ്വരാജ് മറ്റ് അംഗങ്ങൾക്കും വലിയ ഒരു സ്വീകരണം തന്നെയാണ് കൊല്ലം ജില്ല നൽകുന്നത്. കൊല്ലം ജില്ലാ സെക്രട്ടറി പറഞ്ഞ പോലെ ആവേശം 10 ഇരട്ടിയാകുകയാണ്. CPM കേന്ദ്ര കമ്മിറ്റി അംഗം KM ബാലഗോപാലിന്റെ നേതൃത്വത്തിലാണ് കൊല്ലം ജില്ലയിലേക്ക് പതാക ജാഥയെ സ്വീകരിച്ചിരിക്കുന്നത്. ഈ ജാഥ അടൂരിൽ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് പാലത്തിൽ കൂടെ നടന്നു കയറുമ്പോൾ അതിൻ്റെ ആവേശം ഇരട്ടിയാണ്. ആ ആവേശം അതിൻ്റെ ഉച്ചസ്ഥായിലെത്തിയിരിക്കുകയാണ്. ഇതൊരു പക്ഷേ സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ് എന്നുകൂടി പ്രേക്ഷകരോട് പറയേണ്ടിയിരിക്കുന്നു. കൊല്ലം ജില്ലയിലേക്ക് സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഇനി പൊതുസമ്മേളനവുമായി ബന്ധപ്പെട്ട പ്രകടനമുണ്ട്. അതുപോലെ തന്നെ പൊതുസമ്മേളന നഗരിയിൽ നിന്ന് പതാക ഉയർത്തുന്നുണ്ട്. അതെല്ലാം എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ് ഇപ്പോൾ കൊല്ലം ജില്ലയിലേക്ക് നമുക്ക് പതാക ജാഥയ്ക്ക് സ്വീകരിക്കുന്നു. നൂറുകണക്കിന് റെഡ് ഇന്ത്യൻസിന്റെ ജോപ്പൻ സേനയുടെ അകമ്പടിയോടെയാണ് ജാഥ മുമ്പോട്ട് കടന്നു പോകുന്നത്. ബാൻഡ് സെറ്റ് വേണവും ഇത്തരം ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. നമുക്ക് ഈ കാണുന്ന ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നത്
സമ്മേളനമാണ്. അത്രയധികം പ്രവർത്തകർ ആ ദൃശ്യങ്ങളിൽ രക്തസാക്ഷികളുടെ മണ്ണായ കയ്യൂരിൽ നിന്ന് ആരംഭിച്ച ജാഥ മലബാറും കോഴിക്കോടും വള്ളവനാടും കൊച്ചിയും മധ്യകേരളവും മധ്യ തിരുവാങ്കൂറും കടന്ന് കൊല്ലത്തിന്റെ മണ്ണിലേക്ക് ജാഥ എത്തിച്ചേർന്നിരിക്കുകയാണ്. ജാഥ ആ ആവേശത്തിലാണ് ജാഥാംഗങ്ങളും വലിയ ആവശ്യത്തിലും സ്വരാജ് പറയുന്നത് ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന സമ്മേളനം. ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന സമ്മേളനത്തിൽ അതിനൊത്ത ജാഥ അതിനൊത്ത സ്വീകരണമാണ് പതാക ജാഥയ്ക്ക് ലഭിക്കുന്നത്. മുമ്പൊന്നുമില്ലാത്ത വിധം CPM-ന് ജനങ്ങൾ മുമ്പുള്ളതുപോലെ തന്നെ എക്കാലത്തെയും അതിൻ്റെ സ്വീകാര്യത അതിപ്പോഴും തുടരുന്നു എന്ന കാഴ്ചയാണ് ചില വലതുപക്ഷ മാധ്യമങ്ങൾ CPM-ന് നേരെ തുടർച്ചയായി അക്രമങ്ങളും അധിക്ഷേപങ്ങളും ചൊരിയുമ്പോൾ ജനങ്ങൾ CPM-നെ കൈവിടുന്നില്ല. പാർട്ടി പ്രവർത്തകർ CPM-നൊപ്പമാണ്. സ്വരാജിന്റെ വാക്കുകൾ തന്നെ കടമെടുത്തു കഴിഞ്ഞാൽ ഈ സമ്മേളനം എന്ന് പറയുന്നത് അത് CPM മാത്രം പ്രവർത്തകർ മാത്രമല്ല രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന സംസ്ഥാന സമ്മേളനത്തിലാണ് തുടക്കം കുറിക്കാൻ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ് CPM-ന്റെ സംസ്ഥാന സമ്മേളനം. ഏനാത്ത് പാലം കടന്നെത്തി കൊല്ലത്തേക്കെത്തിയ പതാക ജാഥയ്ക്ക് ലഭിച്ച ഉജ്ജ്വല സ്വീകരണം, കഴിഞ്ഞ ദിവസങ്ങളായി നടന്ന വിവിധ ജാഥകൾക്ക് ലഭിച്ച സ്വീകരണം, കയ്യൂരിൻ്റെയും കരിവള്ളൂരിൻ്റെയും മണ്ണിൽ നിന്ന് രക്തസാക്ഷികളുടെ രക്തം കൊണ്ട് ചുവന്ന പതാകകൾ ഏന്തി വന്ന ആ വിപ്ലവ പാർട്ടിയുടെ ആ ജാഥകൾ, അതായത് ശൂരനാട്ടിൽ നിന്ന് ആരംഭിച്ച ഇന്ന് രാവിലെ ആരംഭിച്ച കൊടിമര ജാഥ, പുന്നപ്ര വയലാറിൽ നിന്ന് ആരംഭിച്ച ജാഥകളടക്കം ഇന്ന് വൈകുന്നേരം 5 മണിയോടുകൂടി സംഗമിക്കുമ്പോൾ ഇവിടെ CPM-ന്റെ സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് 5 മണിയോടെ കൊടിയേറുകയാണ്. ഇനിയുള്ള 4 ദിവസങ്ങൾ 6, 7, 8, 9 ദിവസങ്ങൾ 9-ാം തീയതി CPM സംസ്ഥാന സമ്മേളനത്തിന് സമാപനമാകുന്നു. വലിയ വമ്പിച്ച റാലിയോടുകൂടി ആ സമ്മേളനം സമാപിക്കുമ്പോൾ കേരളം കാത്തിരിക്കുകയാണ്. ആ വിപ്ലവ പ്രസ്ഥാനം ഭാവി കേരളത്തിനായി മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ എന്ത്, ആ സമ്മേളനം കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ എന്ത്, ആ പാർട്ടിയെ ഇനി 3 വർഷക്കാലം നയിക്കാൻ പോകുന്ന നേതൃത്വമാര് എന്നതടക്കം കാത്തിരിക്കുകയാണ്. വിപ്ലവത്തിൻ്റെ മണ്ണിലേക്ക്, ശൂരനാട് വിപ്ലവകാരികളുടെ മണ്ണിലേക്ക് ഈ CPM സംസ്ഥാന സമ്മേളനം ഒരിക്കൽ കൂടി എത്തുമ്പോൾ കേരളം കാത്തിരിക്കുകയാണ്, രാഷ്ട്രീയ കേരളം കാത്തിരിക്കുകയാണ് ആവേശോജ്വലമായ വരവേൽപ്പ് നൽകിക്കൊണ്ട്.